ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു എങ്ങനെയാണ് നമ്മൾ അതുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക, അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മളെങ്ങനെ ഹാവ് ടു എന്ന് യൂസ് ചെയ്യാം? ഹാവ് ടു ആവേണ്ടതുണ്ട്. അതിൻ്റെ സിമ്പിളായിട്ട് മീനിങ് ഹാവ് ടു നീ ആവേണ്ടതുണ്ട്. ഇപ്പോൾ യു ഹാവ് ടു അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? യു ഹാവ് ടു, ശരിക്കും ഹാഫ് എന്നാണ് വരിക. യു ഹാവ് ടു എന്നാണ്, പക്ഷേ പ്രൊനൗൺസ് ചെയ്യൽ യു ഹാവ് ടു ഡു ഇറ്റ്. നീ അത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാളോട് പറയാൻ, ഇപ്പോൾ ഞാനൊരു മുതലാളിയാണ്, ഞാൻ എൻ്റെ തൊഴിലാളി കൊണ്ട് പറയാണ്, ഒരു ആജ്ഞാപിക്കൽ അങ്ങനെ പറയാൻ പറ്റില്ല. നീ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയാണ്, നീ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, നീ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചെയ്യണം. അല്ലെങ്കിൽ യു ഹാവ് ടു wake up early in the morning. You have to wake up early in the morning. നീ രാവിലെ നേരത്തെ തീർച്ചയായിട്ടും എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പരീക്ഷയൊക്കെ ഉണ്ട്, അപ്പോൾ നേരത്തെ എണീറ്റ് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ പറയുകയാണെങ്കിൽ യു ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നീ തീർച്ചയായിട്ടും ഒരു കാര്യം നിർബന്ധമായിട്ടും നമ്മളെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ മറ്റാളോണ്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദി എക്സാം. കാരണം എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ ഞാൻ പറയാണ് യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദി എക്സാം ബിക്കോസ് എക്സാം ഈസ് കമ്മിങ് സൂൺ. ഓക്കെ, എക്സാം പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദി എക്സാം. നീ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് റിക്വയർ ആണ്, ഒരാളുടെ ജീവിതത്തിൽ അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നീ അത് ചെയ്യേണ്ടതുണ്ട്, യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, അല്ലെങ്കിൽ യു ഹാവ് ടു എന്ന് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? പ്രൊനൗൺസായ ഐ യു ദേ വി ഈ പ്രൊനൗണുകളുടെ കൂടെയാണ് നമ്മൾ ഹാവ് ടു എന്ന് യൂസ് ചെയ്യുക. ഹാവ് ടു എന്ന് യൂസ് ചെയ്യുക. ഹാസ് ടു എപ്പോഴാണ് യൂസ് ചെയ്യുക? അതായത് ഹീ, ഷീ, ഇറ്റ് ഇവകളുടെ കൂടെയാണ് നമ്മൾ ഹാസ് ടു എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, അത് മറക്കരുത്. ഷീ ഹാസ് ടു ഡു ദി ഹോംവർക്ക് ബിഫോർ ഡിന്നർ. അവൾ തീർച്ചയായിട്ടും അവളുടെ ഹോംവർക്ക് ഡിന്നറിന് മുമ്പ് അവൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഹി ഹാസ് ടു ഡു ഹിസ് ഹോംവർക്ക് ബിഫോർ ഡിന്നർ. അവൻ്റെ ഹോംവർക്ക് ഡിന്നറിന് മുമ്പ് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആ കാര്യം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പ്രൊനൗണുകളായ ഐ, യു, ദേ, വി എന്നതിൻ്റെ കൂടെ ഹാവ് ടു എന്ന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് എന്നതിൻ്റെ കൂടെ ഹാസ് ടു എന്നും യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ് അവർ, അപ്പോൾ ദേ ഹാവ് ടു ഗോ ടു ദി മൂവി. അവർ സിനിമയ്ക്ക് പോവേണ്ടതുണ്ട്. ദേ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ഓൺ ടൈം. അവർ കൃത്യസമയത്ത് തന്നെ ആ ജോലി ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം നമ്മൾ പറയാണ് അവർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവൾ ചെയ്യേണ്ടതുണ്ട്, അവൻ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്ത് കാര്യവും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹാവ് ടു, ഹാസ് ടു എന്ന് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു യൂസേജ്, ഉപയോഗം എന്തെന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഗൈസ്. അപ്പോൾ ഹാവ് ടു, ഹാസ് ടു എന്നുള്ളതിനെ കൊണ്ട് കുറച്ച് നമുക്ക് എക്സസൈസ് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ഈ ഹാസ് ടു, ഹാവ് ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു സെൻറ്റൻസ് അത് വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഡു യു ഹാവ് ടു ഗോ? ഇപ്പം ഞാൻ പറയാണ് ഡു യു ഹാവ് ടു ഗോ, നിനക്ക് പോവേണ്ടതുണ്ടോ? ഞാൻ ഒരാളോട് ചോദിക്കാണ് ഡു യു ഹാവ് ടു ഗോ. മനസ്സിലായില്ലേ? നിനക്ക് പോവേണ്ടതുണ്ടോ ചോദ്യമായിട്ട് ചോദിക്കാണ്. യെസ് ഐ ആം അഫ്രൈഡ് ഐ റിയലി ഹാവ് ടു. യെസ് ഐ ആം അഫ്രൈഡ് ഐ റിയലി ഹാവ് ടു. ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് തീർച്ചയായിട്ടും പോവേണ്ടതുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു സംഗതിയോ എനിക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം നിനക്ക് അവിടെ പോകാനുണ്ടോ, എവിടെയെങ്കിലും പോകാനുണ്ടോ?
അപ്പോൾ അദ്ദേഹം എന്താന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് എനിക്ക് തീർച്ചയായിട്ടും പോവേണ്ടതുണ്ട്, ഞാൻ ഭയപ്പെടുന്നു, ആ സമയത്ത് എനിക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ യെസ് ഐ ഹാവ് ടു ഗോ, എനിക്ക് പോവേണ്ടതുണ്ട്. ഓക്കെ, ഒരാളോട് പറയാണ് നമ്മൾ പറയാണ് ഇപ്പോൾ യു ഹാവ് ടു ഫോളോ ദ റൂൾസ്. ഓക്കെ, ഇപ്പോൾ റോഡ് നിയമങ്ങളൊക്കെ നീ തീർച്ചയായിട്ടും പാലിക്കണം, ഹെൽമെറ്റ് ധരിക്കണം. ഓക്കെ, അതൊക്കെ നിയമങ്ങളാണല്ലോ. അപ്പോൾ പറയാണ് യു ഹാവ് ടു ഫോളോ ദി റൂൾസ്, നീ നിർബന്ധമായിട്ടും നിയമങ്ങൾ പാലിക്കണം. യു ഹാവ് ടു വെയർ ദി ഹെൽമെറ്റ്, നീ തീർച്ചയായിട്ടും ഹെൽമെറ്റ് ധരിക്കണം. ഓക്കെ, ഇനി പറയാണ് വി ഹാവ് ടു കറക്റ്റ് ദീസ് പ്രോബ്ലംസ് സൂൺ or the project will fail. We have to correct these problems soon or the project will fail. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റ് ഇപ്പം ഞങ്ങളൊരു കൂട്ടായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്, ഒരു അസൈൻമെൻറ്റോ എന്തായിക്കോട്ടെ, അത് ചെയ്യാൻ ഉണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പ്രോബ്ലംസ് ഒക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പ്രൊജക്റ്റ് വിൽ ഫെയിൽ, ഞങ്ങളുടെ പ്രൊജക്റ്റ് ചിലപ്പോൾ ഫെയിലായിരിക്കാം, പരാജയപ്പെട്ടേക്കാം. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വി ഹാവ് ടു correct these problems very soon or the project will fail. ഓക്കെ, നമ്മൾക്ക് ഈ പ്രോബ്ലംസുകൾ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ഫെയിൽ ആയേക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തൊരു എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയാണ് ഒരു സ്റ്റോറിൽ ഇപ്പോൾ സാധനം മേടിക്കുന്ന സ്റ്റോറിൽ ഞാൻ ബൈക്കുമ്മൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അവിടെ എനിക്ക് നിർത്തണം, ആ സ്റ്റോപ്പിൽ ഐ ഹാവ് ടു സ്റ്റോപ്പ്, ആ ബസ് സ്റ്റോപ്പിൽ എനിക്ക് നിർത്തണം, അവിടെ നിന്ന് എന്തോ സാധനം എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറയാണ് ഐ ഹാവ് ടു റിമെമ്പർ ടു സ്റ്റോപ്പ് at the store. I have to remember to stop at the store. സ്റ്റോറിനടുത്ത് എനിക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഐ ഹാവ് ടു റിമെമ്പർ, എനിക്ക് ഓർക്കേണ്ടതുണ്ട്. അതായത് സ്റ്റോറിനടുത്ത് സ്റ്റോപ്പ് നിർത്താൻ എനിക്ക് ഓർക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിനെ ഹാവ് ടു ഹാസ് ടുനെ കുറിച്ച് കുറച്ചും കൂടി വൈഡായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞതെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹാവ് ടു ഹാസ് ടുവിൻ്റെ യൂസേജ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ എൻ്റെ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.